ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വലിയ ചെമ്പിനൊക്കെ ഇങ്ങനെ കത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ. ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ഇളയച്ചൻ്റെ കുട്ടിൻ്റെ ബർത്ത്ഡേൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മന്തിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മന്തിക്കുള്ള മസാല ഇവിടെ കൂട്ടി വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂഹിമോക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞു ഗിഫ്റ്റെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ, അത് വിചാരിച്ചിട്ടൊരു ഗിഫ്റ്റിന് വേണ്ടി പോയതായിരുന്നു. വലിയ വലിയ ഗിഫ്റ്റൊന്നും കൊടുക്കണില്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ. ഗിഫ്റ്റ് ഒരുപാട് പൈസൻ്റെ ഗിഫ്റ്റ് അല്ലല്ലോ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഓളിപ്പോൾ അംഗനവാടിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് തന്നെ ടീഷർട്ടൊക്കെയാണ് ഓൾ കൂടുതലായിട്ടും ഇടുക. അപ്പോൾ ഒരു 2 ടീഷർട്ടുണ്ട് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ ഫംഗ്ഷൻ ചിട്ട് വലിയൊരു പരിപാടി അങ്ങനെയൊന്നല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടി ഒന്നങ്ങോട്ട് കൂടുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറ്റിയ ഡ്രസ്സൊക്കെ എടുത്തുകാണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോന്നു. മന്തിൻ്റെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ വന്നപ്പോത്തിന് അത് ദമ്മായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭാഗത്ത് പഴുത്ത ചക്ക ഇരിഞ്ഞു വെക്കണോലുണ്ടായിരുന്നു, ഒരു ഭാഗത്ത് ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള അലങ്കാരങ്ങളൊക്കെ അലങ്കരിക്കണോലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാടായിട്ട് ഒന്നങ്ങോട്ട് കൂടിയിട്ടോ. റൂഹിമോളി എന്നും ഞങ്ങൾക്കൊരു സ്പെഷ്യലാണ് കേട്ടോ. ഒരുപാട് കാത്തിരുന്ന ശേഷം കിട്ടിയ കുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യലാണ് കേട്ടോ അവളെന്ന് പറയണത്. യൂണിക്കോൺ തീമിൽ മതി എനിക്ക് കേക്ക് നിന്നോട് ആദ്യമേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് ടേബിളിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവരുടെ സന്തോഷങ്ങൾക്ക് മുമ്പിലും എൻ്റെ കേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ കുട്ടികളുടെ പരിപാടിയൊക്കെ ആകുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോ പരിപാടി വെക്കുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമാണല്ലേ. കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ പപ്പയും മമ്മിയും ഒക്കെ ചെറിയൊരു മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ. പിന്നെ ഫസ്റ്റായിട്ട് നമ്മൾ ലിനിമോളാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ നമ്മൾ ഫിനുമായിട്ടും ആദ്യമായിട്ടും സീന് കൊടുക്കുന്നുണ്ട്, റിഫ് കൊടുക്കുന്നുണ്ട്, ഓരോരുത്തരുടെ പേരെടുത്ത് പറയണില്ല, എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ്. കുട്ടികൾക്കൊരു സന്തോഷമാവാൻ വേണ്ടിയിട്ടോ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണത്. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇതാ ചൂലെടുത്ത് അടിച്ചു വരുന്നവരുണ്ട്. എല്ലാവരും കൂടി ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ അപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് പൊട്ടിച്ച് കാണണം. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു മൂമെൻറ്റിൽ കറണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ ഫോണിലൊക്കെ ഫ്ലാഷ് അടിച്ചിട്ട് ഏതെങ്കിലും ഗിഫ്റ്റ് പൊട്ടിക്കലാണ് കംപ്ലീറ്റ് ആയി. അപ്പം ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് കറണ്ട് വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞേക്കിന് തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. ഓൽക്ക് രാത്രി ആയതുകൊണ്ട് ഓൽക്ക് പെട്ടെന്ന് ഉറക്കം വരൂലേ, അപ്പോൾ ഓൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെല്ലാവരും കൂടി ഫോണും കൊണ്ട് സിറ്റ് ഔട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോണായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. 11:30 മണിക്ക് ഊഞ്ഞാലാടുന്ന ഒരാളെ കാണുന്നെങ്കിൽ രാത്രി 11:30 മണിക്കാണ് ഈ ഊഞ്ഞാലാടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.